മോന്ത ചുഴലിക്കാറ്റ് തീരം തൊട്ടിരിക്കുന്നു. അടുത്ത 4 മണിക്കൂറിൽ കാറ്റ് വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ സഞ്ചരിച്ച് ആന്ധ്ര തീരം കടക്കും എന്നുള്ളതാണ് റിപ്പോർട്ട്. മച്ചിലിപട്ടണം, കലിംഗപട്ടണം എന്നിവിടങ്ങളിൽ കനത്ത മഴ തുടരുകയാണ്. 122 ട്രെയിനുകളും 35 വിമാനങ്ങളുമാണ് റദ്ദാക്കിയിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, വലിയ മുന്നൊരുക്കങ്ങളുണ്ട്, ജാഗ്രതാ നിർദ്ദേശമുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ കാറ്റിന്റെ ഗതി, എത്രയാണ് കാറ്റിന്റെ വേഗത എന്നതിൽ വ്യക്തതയുണ്ടോ? അഭിലാഷ്, നിലവിൽ കാറ്റ് തീരം തൊട്ടിരിക്കുകയാണ്. തീരത്തേക്ക് കാറ്റ് വീശി അടിച്ചു തുടങ്ങി. എന്നാൽ നമ്മൾ നേരത്തെ മുൻകൂട്ടി പ്രവചിച്ചതുപോലെയുള്ള 100 km/hന് മുകളിലുള്ള വേഗത അത് ഇപ്പോൾ നിലവിൽ കൈവരിച്ചിട്ടില്ല. നമുക്ക് ഈ ഗ്രാഫിൽ തന്നെ അതിൻ്റെ ഒരു സ്ഥിതി നോക്കാം. ഇതിപ്പോൾ ആന്ധ്ര തീരത്തിൻ്റെ അങ്ങോട്ട് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ ചുഴലിക്കാറ്റ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മച്ചിലിപട്ടണം മേഖലയിലാണ് പ്രധാനമായിട്ടും ഇങ്ങോട്ട് കയറിയിരിക്കുന്നത് ഈ ചുഴലിക്കാറ്റ്. അതുപോലെ തന്നെ കക്കിനാട ജില്ല, അവിടെ എല്ലാം വളരെയധികം നേരത്തെ തന്നെ ജാഗ്രത പ്രഖ്യാപിച്ചിരുന്ന സ്ഥലങ്ങളാണ്. അവിടേക്ക് തന്നെയാണ് ഇപ്പോൾ പ്രധാനമായിട്ടും ചുഴലിക്കാറ്റ് കയറിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും മച്ചിലിപട്ടണം മേഖല, അവിടെ വൈദ്യുതിയെല്ലാം പൂർണ്ണമായിട്ടും തകരാറിലായി എന്നൊരു വിവരമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഒരിടത്തും ആ നഗരത്തിലാണെങ്കിലും ജില്ലയുടെ മിക്ക ഭാഗങ്ങളിലും വൈദ്യുതി ലഭ്യമല്ല. ഇപ്പോൾ കാറ്റിൻ്റെ ഓരോ സ്ഥലങ്ങളിലുള്ള വേഗത കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ മച്ചിലിപട്ടണത്ത് 68 km/h വേഗതയിലാണ് കാറ്റ് വീശി അടിച്ചുകൊണ്ടിരിക്കുന്നത്. കക്കിനാട മേഖലയിൽ അത് 52 km/h വേഗതയിലാണ് വീശി അടിക്കുന്നത്. ഇവിടെ രണ്ടിടത്തുമാണ് ഏറ്റവും കൂടുതൽ വേഗതയിൽ കാറ്റ് വീശുന്നത്. ഇത് രണ്ടും അടുത്തുള്ള സ്ഥലങ്ങളാണ്, അടുത്തുള്ള 2 ജില്ലകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ രാജമുണ്ട്രി വിമാനത്താവളം, ഇവിടെ 50 km/h വേഗതയിൽ കാറ്റ് വീശുന്നുണ്ട് എന്ന് റിപ്പോർട്ടുണ്ട്. ബാപ്പട്ല മേഖലയിൽ 33 km/h വേഗതയും, അതുപോലെ തന്നെ നെല്ലൂരിൽ 25 km/h വേഗതയും കാറ്റ് കൈവരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതെല്ലാം ഈ സമീപ പ്രദേശങ്ങളിലുള്ള ജില്ലകളാണ്. ആന്ധ്രയുടെ ഈ തീരപ്രദേശങ്ങൾ തൊട്ടുകിടക്കുന്ന മൊത്തം 19 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 22 ജില്ലകളിലായി മൊത്തം 488 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. 403 നിയോജക മണ്ഡലങ്ങളെയാണ് ഈ ചുഴലിക്കാറ്റ് അതിരൂക്ഷമായിട്ട് ബാധിക്കുക. ഇപ്പോൾ നിലവിൽ ഈ തീരപ്രദേശങ്ങളിൽ നിന്ന്, ആന്ധ്രയുടെ തീരങ്ങളിൽ നിന്ന് ഏതാണ്ട് 75,000-ലധികം പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി ട്രെയിനുകളും ഫ്ലൈറ്റുകളും എല്ലാം റദ്ദാക്കി. 122 ട്രെയിനുകളാണ് പൂർണ്ണമായിട്ടും ക്യാൻസൽ ചെയ്തിട്ടുള്ളത് ദക്ഷിണ മധ്യമേഖല റെയിൽവേ. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ 29 എണ്ണം അതിൻ്റെ ഷെഡ്യൂൾ മാറ്റമുണ്ട്. പിന്നെ 8 ട്രെയിനുകൾ വഴിതിരിച്ച് വിടുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് റെയിൽവേ ഗതാഗതം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ. അതുപോലെ 35 വിമാനങ്ങൾ, അതിനെ ടോട്ടലി ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. 32 വിമാനങ്ങൾ റദ്ദാക്കുകയും അതുപോലെ തന്നെ മറ്റ് 3 വിമാനങ്ങൾ വഴിതിരിച്ച് വിടുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ വിമാന സർവീസുകളെയും പൂർണ്ണമായിട്ടും ബാധിച്ചിട്ടുണ്ട്. രാത്രികാല ഗതാഗതം, റോഡ് മാർഗമുള്ള ഗതാഗതം നോക്കുകയാണെങ്കിൽ ആന്ധ്ര തീരം വഴിയുള്ള റോഡ് മാർഗമുള്ള ഗതാഗതം അത് പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ ട്രക്കുകൾ, ലോറികൾ തുടങ്ങിയിട്ടുള്ളവ റോഡ് വഴി ട്രാവൽ ചെയ്യാൻ പാടില്ല എന്നറിയിച്ചിട്ടുണ്ട്. അടിയന്തര സർവീസുകൾക്കൊഴികെ മറ്റാരും തന്നെ റോഡിലേക്ക് ഇറങ്ങരുത് എന്നൊരു മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. ഇതിനോടകം തന്നെ 75,000 പേരെ മാറ്റിപ്പാർപ്പിച്ചു കഴിഞ്ഞു. ഒഡീഷയുടെ തെക്കൻ തീരങ്ങൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 5,000-ഓളം പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ വടക്കൻ മേഖലകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ചെന്നൈ ഉൾപ്പെടെയുള്ള പല ജില്ലകളിലും ഓറഞ്ച്, അതുപോലെ തന്നെ യെല്ലോ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നിലവിൽ ഈ ചുഴലിക്കാറ്റിൻ്റെ ഒരു വേഗത നോക്കുകയാണെങ്കിൽ നിലവിൽ ഒരു മാക്സിമം 60 km/h വേഗതയിലൊക്കെയാണ് ഇത് വീശി അടിക്കുന്നത്. എന്നാൽ സമയം കൂടുന്നതിനനുസരിച്ച് ഏതാണ്ട് ഇന്ന് രാത്രി 11 മണിക്കൊക്കെ ശേഷം നേരത്തെ നമ്മൾ മുൻകൂട്ടി പ്രവചിച്ചതുപോലെയുള്ള അതിൻ്റെ ഉഗ്രരൂപം, അതായത് 100 km/hന് അധികം വേഗതയിൽ ഇത് വീശിയടിക്കാൻ സാധ്യതയുണ്ട്. മൊത്തം 110 km/h വേഗത വരെ ഇതിന് കൈവരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. ഇനി 4 മണിക്കൂറിനകം ഈ ഒരു വേഗത കൈവരിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഒരു ദിശ അത് വടക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് അധികം വൈകാതെ ഒരു 4 മണിക്കൂറിനൊക്കെ ശേഷം ആന്ധ്ര തീരം അത് പൂർണ്ണമായിട്ട് കടക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇത് ഒഡീഷ, അതുപോലെ ജാർഖണ്ഡ്, പിന്നെ ആന്ധ്ര പൂർണ്ണമായിട്ടും, പിന്നെ തെലങ്കാന, തമിഴ്നാട് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് ഈ ചുഴലിക്കാറ്റ് കാരണമാകും.
കാരണമാകും. അതുപോലെ തന്നെ കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പരക്കെയുള്ള മഴയും ഈ ചുഴലിക്കാറ്റിൻ്റെ സ്വാധീന ഫലമായിട്ടുണ്ടാകും എന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് രാത്രി വളരെയധികം നിർണായകമാണ്. ഇപ്പോൾ തന്നെ ആ തീരദേശ മേഖലയിൽ ഉൾപ്പെടെ കനത്ത നാശനഷ്ടമുണ്ട്. എന്നാൽ വ്യാപകമായ ആൾനാശം ഉൾപ്പെടെ ഇതുവരെ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മൊത്തം 1.76 ലക്ഷം ഹെക്ടറിലെ കൃഷിഭൂമി ഇതിനോടകം തന്നെ നശിച്ചു എന്നാണ് ആന്ധ്രാപ്രദേശ് സർക്കാർ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. വലിയ തോതിലുള്ള കൃഷിനാശം ഉൾപ്പെടെ സംഭവിച്ചു. മഴ ശക്തമായിട്ട് തന്നെ പെയ്യുകയാണ്, നിർത്താതെയുള്ള മഴയുണ്ട്. എന്തായാലും ഇന്ന് രാത്രി അത് നിർണായകം തന്നെയാണ്. തീർച്ചയായും മോന്ത ചുഴലിക്കാറ്റ് തീരം തൊട്ടതോടുകൂടി കനത്ത ജാഗ്രതയിലാണ് ആന്ധ്ര ഒഡീഷ തീരങ്ങൾ. അതേസമയം മഴ പെയ്യാത്തതാണ് ഡൽഹിയുടെ പ്രശ്നം. അതിലേക്ക് വരുന്നതിന് മുമ്പ് സംസ്ഥാനത്തും ഇന്ന് മഴ മുന്നറിയിപ്പ് തുടരുന്ന പശ്ചാത്തലമാണ് ഉള്ളത്. മധ്യ കേരളത്തിലും ശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് അറിയിപ്പ്. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ 8 ജില്ലകളിൽ യെല്ലോ അലർട്ടാണുള്ളത്. നാളെയും 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇടുക്കിയിൽ ഈ ശക്തമായ മഴയ്ക്ക് ശമനമുണ്ടെങ്കിൽ പോലും മഴക്കെടുതി രൂക്ഷമായി തന്നെ തുടരുകയാണ്. ശാന്തൻപാറ പേത്തൊട്ടിയിൽ മരം വീണ് തോട്ടം തൊഴിലാളി മരിച്ചു. ശാന്തൻപാറ ടാങ്ക്മേട് സ്വദേശിനി സുനിതയാണ് മരിച്ചത്. ദേശീയപാത 85 അടിമാലിക്ക് അതോടൊപ്പം തന്നെ പള്ളിവാസൽ മേഖലയിലുമെല്ലാം മണ്ണിടിച്ചിൽ തുടരുകയുമാണ്. ഈ മണ്ണെല്ലാം മാറ്റിയിട്ട് തന്നെ അത് കോൺക്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. തന്നെ ഈ മണ്ണ് ഫില്ല് ചെയ്തിട്ട് വണ്ടികളെല്ലാം നിലവിൽ വണ്ടികളൊന്നും ബ്ലോക്ക് ആവുന്നില്ല. 2 സൈഡ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ട്രാഫിക് പോകാൻ ഒരു ബുദ്ധിമുട്ടും നിലവിലില്ല. அடிமாலி மூணாறு தேசிய பாதை நேற்று ராத்திரி இந்த பள்ளிவாசல் மூலக்கடை பக்கம் இடிஞ்சு போயிடுச்சு. அது அவங்க ஒரு சும்மா ராத்திரி தோண்டிட்டு என்ன எதுன்னு சொல்லாமல் ஒரு பாதுகாப்பு இல்லாமல் போயிடுறாங்க. அவங்க ரோடு மாத்திரம் தோண்டிட்டு மாத்திரம் போகிறாங்க ஒழிச்சு அதை கரெக்ட் பண்ணி வச்சுட்டு போக மாட்டேங்காங்க. நேற்றுலாம் ராத்திரி இடிஞ்சு பெரிய பாடாகி போச்சு. மூணாறு வரைக்கும் இதே தான் கொஞ்சம் கொஞ்சமாக தான் வேலை செய்கிறாங்களோ ஒழிச்சு இதை கரெக்டாக வேலை செய்ய மாட்டாங்க.